രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഉച്ചയായതും ഐഷു 2 ഫയൽസ് ധ്രുവിന്റെ അടുത്തേക്ക് നടന്നു. സർ? ആ, എല്ലാം നോക്കിയോ? ഇല്ല സാർ, 2 നോക്കി. ഓക്കെ, ഞാനിപ്പോ അർജന്റായിട്ട് പുറത്തു പോവാ. നീ ഇതെല്ലാം നോക്കി വയ്ക്ക്. വൈകുന്നേരം എനിക്ക് എല്ലാം കാണണം. 5 ഫയൽസ് എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ആ സർ. കാലം എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നതാ, അവൾ മനസ്സിൽ പറഞ്ഞു. ലഞ്ച് ടൈം ആയതും ഐഷു നേരെ താഴേക്ക് പോയി. താഴെ എല്ലാവരും ഉണ്ട്. എന്താ ഐഷു, നിന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നേ? ഐഷു വരുന്നത് കണ്ട് മനു ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട്? എന്താടി, ധ്രുവ് സാറ് വഴക്ക് പറഞ്ഞോ? ഗീതു. അത് തോന്നി. അല്ലടി, സാറെന്താ വാണം വിട്ട പോലെ ഓർമ്മയുണ്ടല്ലോ? അറിയാം. അറിയില്ലടാ, എന്തോ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും തോന്നി. അന്ന് ദക്ഷ സാറ് പോയതുപോലെ ധ്രുവ് സാറും പോയത്. എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലടാ, അച്ഛ വിളിച്ചോ? കിച്ചു. ഇല്ലടാ, ഫോൺ എടുക്കാൻ മറന്നുപോയോളൂ. ഐഷു തന്റെ കയ്യിലുള്ള ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ എന്തു ചെയ്യും? മനു. മീറ്റിംഗ് അല്ലേടാ, വന്നോളൂ. ഏറ്റവും സുരക്ഷിതമായ കയ്യിലാണ് അവൾ പോയിരിക്കുന്നത്. എന്നാൽ മറ്റൊരിടത്ത് തന്റെ മുന്നിലിരിക്കുന്നവന്റെ ജീവനില്ലാത്ത ശരീരം കണ്ടതും അവൾ ഒന്നും കൂടി വിറച്ചുപോയി. കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. അത് കണ്ടതും ഒന്നും കൂടെ കട്ടലിലേക്ക് ചാരിയിരുന്നു പോയി. അവൾ ചുറ്റും നോക്കി. അവൾക്ക് ആകെ ഭയം തോന്നി. അവൾ ഞെട്ടലോടെ അയാളെ തിരിച്ചറിഞ്ഞു. അലക്സ്. അവൾ പതിയെ അലക്സിനെ തന്നെ ഒന്ന് നോക്കി. കൈയും കാലുകളൊന്നും കെട്ടിയിട്ടില്ല. ചെവി 2 ചെത്തിയെടുത്തിട്ടുണ്ട്. കണ്ണിന്റെ കുഴിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മുഖമാകെ ചോരയിൽ കുളിച്ചിരിക്കുകയാണ്. അച്ചു ഭയത്തോടെ നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. തന്റെ സാരിയൊക്കെ താഴെ ചിതറി കിടക്കുന്നുണ്ട്. പക്ഷെ ആര്? പെട്ടെന്ന് അടുത്ത റൂമിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നതും അച്ചു വായും പൊളിച്ചു നിന്നുപോയി. സാർ. അവൾ വിറയലോടെ അവനെ വിളിച്ചുപോയി. ഷർട്ടില്ലാതെ ഒരു ബെറുമൂട മാത്രം ഇട്ടിറങ്ങി വരുന്നു ദക്ഷിണെ കണ്ടത് അച്ചു ഒന്ന് വിറച്ചുപോയി. ഭയത്താൽ ശരീരമൊന്ന് വിറയ്ക്കാൻ തുടങ്ങി. ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി. അനക്കമൊന്നും കേൾക്കാതെ വന്നത് പതിയെ അവൾ ചുറ്റും നോക്കി. ഇത് താൻ നേരത്തെ കയറിയ റൂമല്ലെന്ന് മനസ്സിലായി. അഹേ, റൂമിൽ ഡ്രസ് ഉണ്ട്, ഗോ ടു ചേഞ്ച്. അവന്റെ കടുത്ത ശബ്ദം കേട്ടതും അവൾ ഭയത്തോടെ തലയാട്ടിക്കൊണ്ട് ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. അച്ചുവിനാകെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ലായിരുന്നു. ഒരുതരം മരവിപ്പ്. അവൾ പതിയെ ബെഡ്ഷീറ്റ് മാറ്റിയതും ബ്ലൗസും പാവാടയുണ്ട്. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. പിന്നെ പതിയെ ബെഡ്ഷീറ്റ് മാറ്റി ഫ്രഷാകാൻ ബാത്റൂമിൽ കയറി. ഡ്രസ്സൊക്കെ ഇട്ട് മുറിയിൽ നിന്നും നേരത്തെയുള്ള റൂമിലേക്ക് വന്നതും അച്ചു അന്തം വിട്ട് ചുറ്റും നോക്കി. നേരത്തെ താൻ നേരിൽ കണ്ടതിന്റെ ഒരു സൂചന പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി താൻ നേരിൽ കണ്ടത് വല്ല സ്വപ്നവുമായിരിക്കോ ദേവി? എന്നാലും ഇങ്ങനെ ഉണ്ടാവോ ഞാൻ നേരിട്ട് കണ്ടതുപോലെ? അഹി, വാട്ട് ആർ യു ലുക്കിംഗ് ദയർ? നത്തിങ് സർ. കം ആൻഡ് ഗോ. ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേവി. എനിക്ക് എന്താ സംഭവിച്ചേ? സർ. ദശ് വിളി കേട്ട് തിരിഞ്ഞു നോക്കി. അത് ആ ഫോണൊന്ന് തരാവോ? ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. ഐശ്വര്യ വിളിക്കാനാണ്. ഒന്നും മൂളിക്കൊണ്ട് അവൻ തന്റെ ഫോണ് കൊടുത്തു. ഫോണിലെ ഡേറ്റും സമയവും കണ്ടതും അച്ചുരട്ടി. ഇന്നേക്ക് 2 ദിവസമാകുന്നു. അപ്പൊ ആ ദിവസം മുഴുവൻ ഞാൻ എവിടെയായിരുന്നു? ഇതേ സമയം അവൻ തന്റെ അനുജന്റെ മരണ വാർത്ത കേട്ട് ലണ്ടനിൽ നിന്നും പുറപ്പെട്ടു. അവൻ ഫ്ലൈറ്റിൽ കയറിയത് മുതൽ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട അനുജൻ. അതോർക്കും തോറും കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി. ഒരു നുള്ളുപോലും നോവിക്കാത്ത തന്റെ അനുജനെ ഈ അവസ്ഥയിൽ കൊന്നവനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ തോന്നി. ഞാൻ വരുന്നു ദശ്. ദ റിയൽ മോൺസ്റ്റർ ഗെയിം സ്റ്റാർട്ട് നൗ. എടാ ഇഷു, അച്ഛനെ കുറിച്ച് ഒരു അറിവില്ലല്ലോടാ. ഗീതു. ഞാനും അതാ ആലോചിക്കുന്നത്. 2 സാർ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല. ധ്രുവ് സാറിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു യേശു? മറിയാമ്മ. നമുക്ക് സാറിന്റെ വീട് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കായിരുന്നു. 2 സാർ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല. ധ്രുവ് സാറിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു യേശു? മറിയാമ്മ. നമുക്ക് സാറിന്റെ വീട് അറിയാമായിരുന്നെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കായിരുന്നു. ഇതിപ്പോ അതും ആർക്കും അറിയില്ലല്ലോ. കിരൺ.
വൈദ്യുമ്മ വിളിച്ചിട്ടാണെങ്കിൽ നമ്മൾ അവൾ മീറ്റിംഗ് പോയിരിക്കുവാന്നല്ലേ പറഞ്ഞേക്കുന്നേ. ഇന്നും കൂടി വിളിച്ചതേ ഉള്ളൂ. ഐഷു, നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. മനു, ഒന്നുകൂടി വിളിക്കാം. ഐഷു ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. എടാ, റിങ് പോകുന്നുണ്ട്. ഇതുവരെ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ഹലോ സാർ, ഞാൻ ഐശ്വര്യ. ഹലോ, ഐശ്വര്യ. താൻ വിളിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടോ. അഹല്യക്ക് കുഴപ്പമൊന്നുമില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഡോണ്ട് വറി. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന അഡ്രസ്സിൽ വരണം. ഞാൻ ലൊക്കേഷൻ അയക്കാം. ഓക്കെ ഓക്കെ സാർ. എന്താടാ പറഞ്ഞത്? ഫോറസ്റ്റ്. അച്ഛന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളോടൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എവിടേക്ക്? കാർത്തിക്. അത് ലൊക്കേഷൻ അയക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഫോണിൽ ഒരു മെസ്സേജ് ടോൺ കേട്ടു. എടി നോക്ക്, സാറായിരിക്കും. കാർത്തിക്. ഐഷു ഓപ്പൺ ചെയ്ത് നോക്കിയത് ഒരു വീടിന്റെ ലൊക്കേഷനാണ്. എടാ, ഇതാണെന്ന് തോന്നുന്നു. എടാ, നമുക്ക് പുറപ്പെടാം. കണ്ടിട്ട് ഇവിടുന്ന് ഒരു 2 മണിക്കൂറത്തെ യാത്രയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ റെഡിയാവും. അപ്പോഴേക്കും ഞാൻ ടാക്സി വിളിക്കാം. വാടാ. കിച്ചു. ശരിയെന്നാ, ഞങ്ങൾ താഴേക്ക് വന്നേക്കാം. അറിയാമ. എല്ലാവരും റെഡിയായി താഴേക്ക് ചെന്നതും ടാക്സിയിൽ കയറി പുറപ്പെട്ടു. അവൻ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി തന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നതും കാണുന്നത് വെള്ളയിൽ പൊതിപ്പിച്ച തന്റെ അനുജനെയാണ്. അവനിടറുന്ന കാലടിയോടെ നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അച്ഛൻ സാമുവൽ അലക്സിന്റെ മുഖത്ത് മൂടിയ വെള്ളത്തൊടി മാറ്റി. അപ്പൂട്ടാ, ചേട്ടൻ വന്നടാ, ഒന്ന് നോക്ക്. വിറയാർന്ന ശബ്ദത്തിൽ അവനൊന്ന് വിളിച്ചു. അമ്മയില്ലാത്തതിന്റെ ഒരു കുറവും ഇതുവരെ അവനോട് കാണിച്ചിട്ടില്ല. ആഗ്രഹിച്ചതെന്തും കയ്യിലെത്തിച്ചു കൊടുത്തിട്ടുമുണ്ട്. എല്ലാവർക്കും അവൻ അലക്സ് ആയപ്പോൾ തനിക്ക് മാത്രമല്ല അപ്പൂട്ടനാണ്. തന്റെ കുഞ്ഞ്, എന്റെ എല്ലാമെല്ലാമായവൻ ഇന്ന് ജീവനില്ലാതെ കിടക്കുന്നത് കണ്ടതും അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. കണ്ണുകൾ തുറന്ന് അവൻ അലക്സിന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ രണ്ടും ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. കൈവിരലുകൾ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പാടുകൾ മുഖത്തും കഴുത്തിനുമുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് വേഗം വെള്ളത്തുണി മുഖത്തേക്കിട്ടു. പള്ളിയിലേക്കെടുക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയില്ല. കുഴിയിലടക്കം ചെയ്യുമ്പോൾ ഒരു പിടി മണ്ണ് അവന്റെ നെഞ്ചിലേക്കിടുമ്പോൾ ഒരേ ഒരുവന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദക്ഷ്. അപ്പൂട്ട, നിനക്ക് ഈ ചേട്ടൻ വാക്ക് തരുവാണ്. ഇന്നു മുതൽ നിന്നെ ഈ അവസ്ഥയിലാക്കിയവന്റെ ജീവൻ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ചേട്ടനെടുക്കുകയുള്ളൂ. അത് നിന്നെ ഇത്രയും ക്രൂരമായി അനുഭവിപ്പിച്ചതിനേക്കാൾ കൂടുതൽ വേദനകൾ നൽകി കൊണ്ടായിരിക്കും. അതും നീ ആഗ്രഹിച്ച പെണ്ണിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ. അവൾ നിന്റെ നെഞ്ച് ഈ മണ്ണിൽ അന്തി ഉറങ്ങുക തന്നെ ചെയ്യും. ഇതേട്ടൻ തരുന്ന വാക്കാണ്. സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടു അവൻ മാത്രം അവിടെ നിന്നു. ഡെവി. സാമുവൽ വന്ന് വിളിച്ചതും. പപ്പ, എനിക്കൊന്ന് തനിച്ചു നിൽക്കണം. ഒന്നും മൂളിക്കൊണ്ട് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. കുറെ മണിക്കൂറുകൾ ആ കുഴിയിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും എഴുന്നേറ്റ് റിച്ചിയെ വിളിച്ചു. റിച്ചി! അതൊരലർച്ച തന്നെയായിരുന്നു. ഏട്ടാ, എനിക്ക് ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. എല്ലാം ഉണ്ട്. അവനൊന്നും മൂളിക്കൊണ്ട് ഒന്നുകൂടി തിരിഞ്ഞ് തന്റെ അനുജൻ കിടക്കുന്നിടത്തേക്ക് നോക്കി. ശേഷം തന്റെ കാറിലേക്ക് കയറിപ്പോയി. ഇവൻ ഡേവിഡ് ജോൺ സാമുവൽ, സാമുവലിന്റെ മൂത്ത മകൻ. അലക്സ് ജനിച്ച് 1 വയസ്സായപ്പോഴാണ് അമ്മ റോസിയുടെ മരണം. അമ്മയുടെ ഒരു കുറവും അറിയിക്കാതെ അവൻ തന്റെ പൊന്നനുജനെ നോക്കി. ആഗ്രഹിക്കുന്നതെല്ലാം കയ്യിലെത്തിച്ചു കൊടുത്തു. ഇപ്പൊ തനിക്ക് നഷ്ടമായത് അവനെയാണ്. കാർ ഒരു കുന്നിന്റെ മുകളിലെത്തിയത് ഒരലർച്ചയോടെ അവൻ പറഞ്ഞു, വിടില്ല, വിടില്ല ദശ്. ഈ ഡേവിഡ് ജോൺ സാമുവൽ. ഡേവ് പറഞ്ഞതിനെ തുടർന്ന് റിച്ചി അച്ചുവിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്നു കൊടുത്തു. അച്ചുവിന്റെ ഫോട്ടോ നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. റിച്ചി. ചായ. ഇവളിപ്പോ ദശിന്റെ PA ആണല്ലേ? അതെ. അപ്പോൾ അവൻ ഒരു മുഴം മുമ്പേ കാര്യങ്ങൾ നീക്കി. ഇപ്പോൾ ഇവന്റെ കൂടെയല്ലേ ഉള്ളത്? അതെ. അന്നെന്താ നടന്നത്? അതീവ ഗൗരവത്തോടെ റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി. റിച്ചി അന്ന് നടന്ന മുഴുവൻ അച്ചുവിന്റെ പുറകെ മുറിയിലേക്ക് കയറുന്നത് വരെ എല്ലാം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് എന്താ നടന്നതെന്ന് അറിയില്ല. അതെ ചായ, ആ റൂമിലെ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യണം. അതും ഞങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. റിച്ചി ഒരുതരം ഭയത്തോടെ പറഞ്ഞു. അന്നത്തെ ദിവസത്തെ വിഷ്വൽസ് എല്ലാം ബ്ലാങ്ക് ആണ്. ഒന്ന് മൂളി
അവൻ കസേരയിലേക്ക് തന്നെ കണ്ണുകളടച്ച് ചാരിയിരുന്നു. ഇതേ സമയം ഐഷുവും കൂട്ടരും ധ്രുവ് അയച്ച ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ടാക്സി ഗേറ്റിന് മുമ്പിൽ വന്നു നിന്നതും പൈസ കൊടുത്ത് എല്ലാവരും ഇറങ്ങി. ഐഷുവിനെ കണ്ട സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു. അകത്തേക്ക് കയറിയെല്ലാം കണ്ണും മിഴിച്ചു നിന്നുപോയി. എടി ഐഷു, ഇതെന്തുവാടി ഇത്? കൊട്ടാരോ? മറിയാമ്മ, അത് തന്നെ ആടി എനിക്കും തോന്നുന്നേ, കൊട്ടാരവാ. ഉമിനീരിറക്കിക്കൊണ്ട് മറിയാമ്മയുടെ അടുത്ത് നിന്ന് ഗീതവും പറഞ്ഞു. ദേ സ്വിമ്മിംഗ് പൂള്, എന്റെ പൊന്നോ. പുറത്തെ വലിയ സ്വിമ്മിംഗ് പൂള് കണ്ട മനു വാ പൊളിച്ചു നിന്നുപോയി. എടാ വാടിച്ചു വെക്കടാ, നീയൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നേ? പിന്നെ നീ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? മനു ദേഷ്യത്തോട് ചോദിച്ചു. ഐഷു നിഷ്കുവായി ഇല്ലെന്ന് ചുമൽക്കൂച്ചി. അപ്പൊ പിന്നെ ഞങ്ങളോട് ദേഷ്യപ്പെട്ട എന്തിനാ? ഇതൊക്കെ സിനിമയിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പോ കിളി പോയി മോളെ. ഇവനെ കൊണ്ട് എന്റെ മനു, നമ്മളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? അത് സാറ് വിളിച്ചിട്ട്. ആ എന്നാ വാ, നടക്കല്ല. ഐഷു വായും പൊളിച്ചു നിൽക്കുന്ന മറിയാമ്മയുടെയും ഗീതുവിന്റെയും വാ കൈകൊണ്ട് അടച്ചുകൊണ്ട് പറഞ്ഞു. കൂടെ രണ്ടെണ്ണത്തിനെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മറിയാമ്മയും ഗീതു നടക്കുന്നതിനിടെ എല്ലായിടത്തും നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. കൂടെ മനു. അങ്ങനെ ഒരു വിധത്തിൽ ഡോറിന്റെ ഫ്രണ്ടിലെത്തിയതു ഡോർ മലക്കെ തുറന്നു. കേറി വാ മക്കളെ. ഒരു 40-44 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്ന് പറഞ്ഞതും ഐഷു അവരെ ഒന്ന് നോക്കി. കണ്ടിട്ട് എവിടെയോ കണ്ടതുപോലെ നല്ല ഐശ്വര്യമുള്ള മുഖം. വാ. ഐഷു നോക്കുന്നത് കണ്ട് അവർ ഒന്നുകൂടെ വിളിച്ചു. ആറുമകത്തേക്ക് കയറിയതും ഉള്ളിലെ കാഴ്ചകളെ നെട്ടിയെങ്കിലും പിന്നെ സ്വബോധം വീണ്ടെടുത്ത് അവിടുത്തെ സോഫയിൽ കയറിയിരുന്നു. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ വല്ലതും കൊണ്ടുവരാം. നേരത്തെ കണ്ട സ്ത്രീ അവരോട് പറഞ്ഞുകൊണ്ട് വലതുവശത്തേക്ക് നടന്നു. എടി, ഇതൊക്കെ എന്താടി? വല്ല രാജകുടുംബം മറ്റുമാണോ? ഐഷുവിന്റെ ചെവിയിൽ സ്വകാര്യം പോലെ മനു പറഞ്ഞു. മിണ്ടാതിരിക്കടാ. ഓ. ഐഷുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മനു എല്ലായിടത്തും വീണ്ടും കണ്ണോടിച്ച്. കുറച്ചു സമയം കഴിഞ്ഞതും നേരത്തെ വന്ന സ്ത്രീ ഗ്ലാസ്സിൽ ജ്യൂസും കൊണ്ടുവന്നു. എടുത്തു കുടിക്കും മക്കളെ. മറിയാമ്മയും ഗീതു പറയേണ്ട താമസം വേഗം എടുത്തു കുടിച്ചു. ഐഷു ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് ആ സ്ത്രീയെ നോക്കി ചിരിച്ചുകൊണ്ടെടുത്തു. പുറകെ ബാക്കി 3 പേരും എടുത്തു കുടിച്ചു. അപ്പോഴേക്കും താഴേക്ക് അലോകും ധ്രുവും ദക്ഷും അച്ചുവും വന്നു. അച്ചുവിനെ കണ്ട് പോയി കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉണ്ട്. ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നു. അച്ചു വേഗം ഐഷുവിനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്താടാ, എന്താ പറ്റിയേ? അച്ചുവിന്റെ മുഖത്ത് പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ലടാ എന്താ സംഭവിച്ചത്. എന്താ നീ പറയുന്നേ? നിനക്കൊന്നും ഓർമ്മയില്ലേ? ഇല്ലടാ. അലോക് വന്നത് എല്ലാവരും എഴുന്നേറ്റു. എല്ലാവരും ഇരിക്കി, ഒരാളും കൂടി വരാനുണ്ട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഐഷു അച്ചുവിനെ കണ്ണുകൊണ്ട് കാണിച്ച് എന്താന്ന് ചോദിക്കുന്നുണ്ട്. തലവിങ്ങനെ കാണിച്ച് ഐഷു അറിയില്ലെന്ന് പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞത് അകത്തേക്ക് വരുന്ന ആളെ കണ്ട് ഐഷു അച്ചുവിനെട്ടി മുഖത്തോട് മുഖം നോക്കി. വൈദു അമ്മ. രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചു. പെങ്ങളെ വരൂ. വൈദുവിനെ കണ്ടാലോ അകത്തേക്ക് ക്ഷണിച്ചു. വൈദുവിന് ഒന്നും തന്നെ മനസ്സിലായിരുന്നില്ല. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവിടെ കണ്ട സോഫയിലിരുന്നു. വൈദുവിന് അല്പം പേടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അച്ചുവിനെയും ഐഷുവിനെയും മാറി മാറി നോക്കുന്നുമുണ്ട്. എന്താ ഒന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. രണ്ടുപേരും കൈമലർത്തി കാണിച്ചു. ഒരൽപ്പം പരിഭ്രമത്തോടെ വൈദു ചുറ്റും നോക്കി. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് തന്നെ വരുന്നത്. പരിഭ്രമത്തോടെ ഇരിക്കുന്ന വൈദുവിന്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് ഒരു സ്ത്രീ വന്നത്. മുന്നിലെ ആളെ കണ്ടത് വൈദു ചാടി എഴുന്നേറ്റ് പോയി. കൃഷ്ണ. രാമേട്ടൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമേ ഏട്ടൻ കാണിച്ചു തന്നിട്ടുള്ളൂ, അതും മരിക്കുന്നതിന്റെ തലേന്ന്. അന്നേട്ടൻ ഒരുപാട് സന്തോഷത്തോടെയാണ് കൃഷ്ണയെ കാണിച്ചു തന്നതെല്ലാം. പഴയൊരു ഫോട്ടോ തപ്പിയെടുത്തുകൊണ്ട് തന്റെ അടുത്ത് സംസാരിച്ചതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയുണ്ട്. ഏട്ടത്തി, കൃഷ്ണേ. ഇരുവരും കെട്ടിപ്പിടിച്ചു സങ്കടങ്ങൾ കരഞ്ഞു തീർത്തു. എന്തോ അടി ഇത്? ആരാ നിനക്കറിയോ? അച്ചുവിന്റെ ചെവിട്ടിലെ മറിയാമ്മ സ്വകാര്യം പോലെ ചോദിച്ചു. ഇല്ല, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട്. നല്ല ആളോടാ ഞാൻ ചോദിച്ചത്. ഒന്നും മിണ്ടാതിരിക്കും അറിയാമേ. ഐഷു കലിപ്പിട്ടത് കൊച്ചു ഡീസന്റായി. കുറച്ചു നേരം കഴിഞ്ഞതും വൈദു അച്ചുവിനെ വിളിച്ചു. മോളെ. ആ അമ്മ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല അമ്മ, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ അച്ഛന്റെ ഒരു പെങ്ങളാ കൃഷ്ണ. നിന്റെ അപ്പച്ചിയാണ് മോളെ. അച്ചു ആണോ എന്ന രീതിയിൽ നോക്കി. അതെ, മോൾക്ക് കുറെ സംശയങ്ങളുണ്ടെന്ന് അമ്മയ്ക്കറിയാം. എല്ലാം ഒരു നാൾ മോൾ അറിയും. ആ, നിങ്ങൾ എല്ലാവരോടും ഇരിക്കും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അലോകിന്റെ കുടുംബം ഒഴികെ എല്ലാവരും എന്തെന്ന പോലെ നോക്കി. അപ്പോഴേക്കും ദാദായും ദാദിയും വന്നിരുന്നു.
അച്ചുവിനെ കണ്ട് അവരടുത്തേക്ക് വിളിച്ചു. അച്ചു ഒന്നും അടിച്ചു നിന്നെങ്കിലും പിന്നെ അവരുടെ അടുത്തേക്ക് തന്നെ പോയി. ദാദിയും ദാദായും അവളുടെ തലയിൽ തഴുകി നെറുകയിലൊന്ന് ചുംബിച്ചു. അച്ചു ഇരു കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു. മോളിവിടെ ഞങ്ങൾക്ക് അടുത്തിരിക്കെ. അപ്പോ എല്ലാരും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. അലോക് സംസാരിച്ചു തുടങ്ങി. വേറെ ഒന്നുമല്ല, എന്റെ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു. അച്ചു ഐഷു മുഖത്തോട് മുഖം നോക്കി. കൃഷ്ണ ചിരിയോടെ തന്നെ നോക്കി നിൽപ്പുണ്ട്. എടി, എന്താ ഈ സാറ് പറയുന്നേ? മനു, ദശ് സാറിന്റെ വിവാഹം കഴിഞ്ഞെന്ന്. നീ എന്താടാ പൊട്ടനാ? മനു പറയുന്നത് കേട്ട് മറിയാമ്മ ചോദിച്ചു. അതല്ലടി, സാറിന്റെ വിവാഹം കഴിഞ്ഞ് നമ്മളെ എന്തിനാ വിളിക്കുന്നേ? കമ്പനിയിൽ ഒരു പാർട്ടി വെച്ചാ മതിയില്ലേ? ആ, അങ്ങനെയൊന്നുണ്ടല്ലോ, ഞാനത് ഓർത്തില്ല, സോറി. മറിയാമ്മ, ഇതിൽ എന്തോ ഒരു പണി വരുന്നില്ലേ? മനു പറഞ്ഞത് കേട്ട് കിച്ചു പറഞ്ഞു. ആണോ, നിനക്കങ്ങനെ തോന്നിയോ? ഗീതു കിച്ചുവിനോട് ചോദിച്ചത് കിച്ചു തലയാട്ടെ. എനിക്കും തോന്നുന്നുണ്ട് എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. അത് നമ്മുടെ അച്ചുവിനാകാനാണ് ചാൻസ്. മനു, നിനക്കെങ്ങനെ മനസ്സിലായി? കാർത്തിക്, നീ ആ ദാദിയെ ദാദായെ നോക്കി. മനു, നോക്കി, അതിനെന്താ? എടാ പൊട്ടന്മാരെ, അവരുടെ സ്നേഹം ഒന്ന് നോക്ക്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഓ, ഈ പൊട്ടന്മാരെ കൊണ്ട്. എന്താ അവിടെ ഒരു സംസാരം? ആറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കുന്നത് കണ്ട് അലോക് ചോദിച്ചു. ഐഷു അലോകിനെ ഒന്ന് നോക്കി, ബാക്കി ആറെണ്ണവും നോക്കി. പല്ല് കടിച്ച് കണ്ണുരുട്ടി കാണിച്ചതും എല്ലാം ഡീസന്റായി. ഏയ്, ഒന്നുമില്ല സാറേ, ഞങ്ങള് ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ. ഐഷുവിന്റെ കണ്ണുരുട്ടൽ കണ്ട് മനു പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, മൂത്ത മകന്റെ വിവാഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടത്തേണ്ടി വന്നു. അതിന് നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. എന്തിനാടി നമ്മളോട് ക്ഷമ ചോദിക്കുന്നത്? ഈ സാറിന്റെ കുടുംബത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. അറിയാമ, ഒന്നും മിണ്ടാതിരിക്കടി. ഓ, അല്ല ഏട്ടൻ, എന്തോ ഒരു അബദ്ധം പറ്റിയതുപോലെ വൈദ്യമ്മ പറഞ്ഞതും പെട്ടെന്ന് അത് തിരുത്താൻ പോയതും. വേണ്ട, രാമന്റെ ഭാര്യ എന്റെ പെങ്ങള് തന്നെയാ, അങ്ങനെ തന്നെ വിളിച്ചോളൂ. അലോക് പറഞ്ഞത് വൈദ്യമ്മയ്ക്ക് ഉള്ളിൽ ആശ്വാസം പോലെ തോന്നി. അല്ല ഏട്ടൻ പറഞ്ഞു വന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? അതൊന്നുമില്ല വൈദ്യു, എന്റെ രാമന്റെ മകളെ എന്റെ മകൻ വിവാഹം കഴിച്ചു. എന്താ? എല്ലാവരും ഒരു നെറ്റലോടെയാണ് അത് കേട്ടത്. ഏറ്റവും കൂടുതൽ നെട്ടിയത് അച്ചുവായിരുന്നു. താൻ അറിയാതെ എങ്ങനെ വിവാഹം നടന്നു? ഇന്നലെ എന്തൊക്കെയാ നടന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്റെ ദേവി. അവൾ തന്റെ അമ്മയെ നോക്കി. എല്ലാം കേട്ട് തന്നെ തെറ്റിയിരിക്കുമോ എന്ന് പോലും സംശയം തോന്നിപ്പോയി. അമ്മ, ഇടറുന്ന ശബ്ദത്തിൽ അവൾ വൈദ്യുവിനെ വിളിച്ചത്. വൈദ്യു കണ്ണുകളടച്ച് കാണിച്ചു. തുടരും.